അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 14 ചൊവ്വാഴ്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയ പൂജാരിയും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം, പ്രാർത്ഥന, പൂജ എന്നിവ പൂർത്തിയാക്കിയതിനു ശേഷമാണ് മോദി പത്രിക സമർപ്പിക്കാനെത്തിയത്. വാരാണസി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഇത് 3ാം തവണയാണ് മോദി മത്സരിക്കുന്നത്. വാരാണസിയിലുള്ള ബ്രാഹ്മണ സമുദായത്തിൽ നിന്നുള്ള ഒരു വ്യക്തി, OBC, ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ എന്നിവരാണ് മോദിയുടെ പത്രികയിൽ ഒപ്പുവച്ചത്. കാശിയുമായുള്ള ബന്ധം വാക്കുകൾ കൊണ്ട് വിവരിക്കാവുന്നതിലും അപ്പുറമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തുടർച്ചയായി 3ാം തവണയാണ് മോദി വാരാണസിയിൽ ജനവിധി തേടുന്നത്. ഗംഗ തന്നെ ദത്തെടുത്തുവെന്നും തന്നെ കാശിയിലെ ജനം ബനാറസിയാക്കിയെന്നും മോദി പറഞ്ഞു. വാരാണസിയിൽ 10 വർഷം നടപ്പാക്കിയ പദ്ധതികൾ വിവരിക്കുന്ന വീഡിയോ അദ്ദേഹം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിൽ അവസാനം ലഭിച്ച കണക്കനുസരിച്ച് 67.71% പോളിംഗ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട്. 96 മണ്ഡലങ്ങളിലാണ് 4ാം ഘട്ടത്തിൽ വിധിയെഴുതിയത്. അതോടൊപ്പം ജമ്മുകശ്മീരിൽ പോളിംഗ് ഉയർന്നത് നേട്ടമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുമെന്ന് അമിത്ഷായും പറഞ്ഞു. 400 കടക്കുമെന്ന് ഉറപ്പായെന്നും വോട്ട് ചെയ്യുന്നവരിൽ കൂടുതൽ BJP അണികളാണെന്നും പറഞ്ഞ അമിത്ഷാ പോളിംഗ് കുറഞ്ഞതിൽ ആശങ്കയില്ലെന്നും വ്യക്തമാക്കി. വരുന്ന 13-ന് സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഇറ്റലിയിലേക്ക് പോകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. CPM നിയന്ത്രണത്തിലുള്ള കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ക്രമക്കേട് കണ്ടെത്തി. സംഭവത്തിൽ സൊസൈറ്റി സെക്രട്ടറിയും CPM മുള്ളേരിയ ലോക്കൽ കമ്മിറ്റി അംഗവുമായ K. രതീഷിനെതിരെ ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തി ആദൂർ പോലീസ് കേസെടുത്തു. അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ 4.76 കോടി രൂപയുടെ സ്വർണ്ണപ്പണയ വായ്പ എടുത്തെന്ന പരാതിയിലാണ് സെക്രട്ടറിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇയാളെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം മുട്ടത്തറയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയ പെൺകുട്ടിയെ തടഞ്ഞതിന് സമരക്കാർക്കെതിരെ കേസ്. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും മാർഗതടസ്സം സൃഷ്ടിച്ചതിനുമാണ് കേസെടുത്തത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിനോദിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കണ്ടാലറിയാവുന്ന സമരക്കാർക്കെതിരെ കേസെടുത്തത്. RMP നേതാവ് ഹരിഹരൻ ഖേദം പ്രകടിപ്പിച്ചതോടെ ആ വിഷയം തീർന്നുവെന്ന് K. മുരളീധരൻ. തെറ്റ് കണ്ടാൽ തിരുത്തും, മാപ്പ് പറഞ്ഞതോടെ വിഷയം തീർന്നു. ഇനി കാല് പിടിക്കാനൊന്നുമില്ല. കൂടാതെ ബോംബ്, മാരകായുധം എന്നിവ കൊണ്ട് ഇനിയും CPM ഇറങ്ങിയാൽ വിപുലമായ പ്രചാരണ പരിപാടി UDF സംഘടിപ്പിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. അൻവറിന്റെ പ്രസ്താവന CPMഉം മുഖ്യമന്ത്രിയും പിന്താങ്ങിയതുപോലെ ഞങ്ങൾ ചെയ്തില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരിസ്ഥിതി പ്രവർത്തക പ്രൊഫസർ കുസുമം ജോസഫിന്റെ പരാതിയിൽ മാഞ്ഞൂരിലെ പ്രവാസി വ്യവസായി ഷാജിമോൻ ജോർജിനെതിരെ കേസെടുത്ത് പോലീസ്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് പരാതി. ഇന്നലെ ഷാജിമോൻ ജോർജിന്റെ സ്ഥാപനത്തിന് മുന്നിലെ പരിസ്ഥിതി പ്രവർത്തകരുടെ സമരം വാക്കുതർക്കത്തിലും സംഘർഷത്തിലുമാണ് കലാശിച്ചത്. പ്രൊഫസർ കുസുമം ജോസഫിന്റെ നേതൃത്വത്തിൽ എത്തിയ പരിസ്ഥിതി പ്രവർത്തകരെ ഷാജിമോൻ ജോർജും സംഘവും തടഞ്ഞതോടെയാണ് ഇരുകൂട്ടരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായത്. കലക്ടർക്കെതിരായ വിമർശനത്തിന് പിന്നാലെ ജോയിന്റ് കൌൺസിൽ നേതാവും ദേവസ്വം ബോർഡ് തഹസിൽദാറുമായ ജയചന്ദ്രൻ കല്ലിങ്കലിന് റവന്യൂ സെക്രട്ടറി മെമ്മോ നൽകി. സർവീസ് ചട്ടം ലംഘിച്ചെന്നും 15 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നും മെമ്മോയിൽ പറയുന്നു. ചാർജ് മെമ്മോ നൽകിയതിന് പിന്നിൽ IAS അസോസിയേഷനാണെന്ന് ജോയിന്റ് കൌൺസിൽ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിനെതിരെ ജോയിന്റ് കൌൺസിൽ കലക്ടറേറ്റ് മാർച്ച് നടത്തിയിരുന്നു. പൊന്നാനിയിൽ കടലിൽ കപ്പൽ ബോട്ടിലിടിച്ച് 2 പേർ മരിച്ച അപകടത്തിൽ കോസ്റ്റൽ പോലീസ് അന്വേഷണം തുടങ്ങി. കോസ്റ്റൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത കപ്പൽ ഇന്നലെ വൈകിട്ടോടെ ഫോർട്ട് കൊച്ചി തീരത്ത് എത്തിയിരുന്നു. കപ്പലിലെ ജീവനക്കാരെ ഇന്ന് ചോദ്യം ചെയ്യും. കൂടാതെ ഫോറൻസിക് സംഘവും ഇന്ന് കപ്പലിൽ പരിശോധന നടത്തും. അലക്ഷ്യമായി കപ്പലോടിച്ചതിനും മരണത്തിന് ഇടയാക്കിയതിനുമാണ് കപ്പലിലെ ജീവനക്കാർക്കെതിരെ കേസ്. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്.
ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്. മൂവാറ്റുപുഴയിൽ 8 പേരെ ആക്രമിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് തെരുവു നായകൾക്ക് വാക്സിനേഷൻ നൽകുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മൂവാറ്റുപുഴ നഗരസഭ. 4 വാർഡുകളിൽ നിന്നായി പിടികൂടുന്ന നായ്ക്കളെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റും. കൂടാതെ നഗരസഭാ പരിധിയിലെ മുഴുവൻ നായ്ക്കൾക്കും വാക്സിൻ നൽകുമെന്ന് നഗരസഭ വ്യക്തമാക്കി. കൂടാതെ നായയുടെ കടിയേറ്റവർക്ക് ഇതിനോടകം 2 തവണ വാക്സിനേഷൻ നൽകിയിട്ടുള്ളതിനാൽ കടിയേറ്റവരും ആക്രമണമേറ്റവരും സുരക്ഷിതമാണെന്ന് നഗരസഭ അറിയിച്ചു. മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ജീവനക്കാർ സമരം തുടങ്ങിയതോടെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ പാൽ വിതരണം തടസ്സപ്പെട്ടേക്കും. സ്ഥാനക്കയറ്റം നിഷേധിക്കുന്നുവെന്നാരോപിച്ചാണ് INTUC, CITUC സംഘടനകളിലെ ജീവനക്കാർ സംയുക്തമായി സമരം ചെയ്യുന്നത്. രൂക്ഷമായ വരൾച്ചയിൽ വയനാട്ടിൽ 8 കോടിയുടെ കൃഷിനാശം. ജില്ലയിലെ 26 കൃഷിഭവനുകളുടെ പരിധിയിലായി 722 ഹെക്ടറാണ് കൃഷി നശിച്ചത്. 288 ഹെക്ടർ സ്ഥലത്തെ കുരുമുളക് വള്ളികൾ കൊടും വേനലിൽ വാടിപ്പോയി. അതിൽ 255 ഹെക്ടറും മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്തിലാണ്. ചൂട് കനത്തതും വേനൽമഴ കൃത്യമായി കിട്ടാത്തതുമാണ് കുരുമുളക് കൃഷിക്ക് തിരിച്ചടിയായത്. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ പുനഃസ്ഥാപിക്കാത്തതുമൂലം നാട്ടുകാർ ദുരിതത്തിലായി. മഴ കൂടുമ്പോൾ ഇവിടെ നിന്ന് വെള്ളം കുത്തിയൊലിച്ച് എത്തി വീട്ടുപരിസരങ്ങളിലും കൃഷിയിടങ്ങളിലും കിണറുകളിലുമെല്ലാം മലിനജലം നിറയുന്ന അവസ്ഥയാണുള്ളത്. കഴിഞ്ഞ വർഷം മഴക്കാലത്ത് പൊളിഞ്ഞ മതിലിന് പകരം താൽക്കാലികമായി ഷീറ്റാണ് വെച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ കനക്കും. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്ക് പുറത്തിറക്കിയ മുന്നറിയിപ്പ് പ്രകാരം പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. 2548 ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ തുടങ്ങി കേരളം. PMFME വഴി മാത്രമാണ് 2023-2024 സാമ്പത്തിക വർഷത്തിൽ ഇത്രയും വ്യവസായ യൂണിറ്റുകൾ കേരളത്തിൽ ആരംഭിച്ചത്. കേരളം വലിയ വ്യാവസായിക മുന്നേറ്റത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നതെന്ന് മന്ത്രി P. രാജീവ് പ്രതികരിച്ചു. ആലപ്പുഴ രാമങ്കരി പഞ്ചായത്തിൽ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. CPM പഞ്ചായത്ത് പ്രസിഡന്റായ രാജേന്ദ്രകുമാറിന് സ്ഥാനം നഷ്ടമായി. അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് 4 CPM അംഗങ്ങളും 4 കോൺഗ്രസ് അംഗങ്ങളും വോട്ട് ചെയ്തു. തുടർച്ചയായി 25 വർഷത്തെ CPM ഭരണമാണ് ഇതോടെ അവസാനിച്ചത്. രാജ്യസഭാ സീറ്റ് ആർക്കെന്ന് LDF തീരുമാനിക്കുമെന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ്. കഴിഞ്ഞ തവണ രാജ്യസഭാ സീറ്റുകളിൽ ഒഴിവ് വന്നപ്പോൾ 1 സീറ്റ് CPIക്ക് നൽകിയിരുന്നു. ജോസ് കെ മാണിക്ക് മറ്റ് പദവികൾ നൽകി സീറ്റ് വിട്ടുകൊടുക്കുന്ന കാര്യം ചർച്ചയിലില്ലെന്നും സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. പ്രശസ്ത നാടകനടൻ MC കട്ടപ്പന എന്നറിയപ്പെടുന്ന ഇടുക്കി കട്ടപ്പന മങ്ങാട് MC ചാക്കോ നിര്യാതനായി. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 9:30 കട്ടപ്പന സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ മുന്നറിയിപ്പില്ലാതെ വിമാന സർവീസുകൾ റദ്ദാക്കിയതോടെ ഒമാനിൽ ഗുരുതരാവസ്ഥയിൽ ICUയിലായിരുന്ന ഭർത്താവിനെ കാണാൻ പോകാൻ കഴിയാതിരുന്ന അമൃതയുടെ ഭർത്താവ് നബി രാജേഷ് മരിച്ചു. മസ്കറ്റിൽ IT മാനേജരായി ജോലി ചെയ്തു വരികയായിരുന്ന നബി രാജേഷിനെ കാണാൻ പോകാനിരുന്ന അമൃതയ്ക്ക് പണിമുടക്ക് മൂലം പോകാൻ സാധിച്ചിരുന്നില്ല. അഫ്ഗാനിസ്ഥാനിലെ ഓസ്ട്രേലിയൻ സേനയുടെ യുദ്ധകുറ്റകൃത്യങ്ങളെക്കുറിച്ച് വിവരങ്ങൾ പുറത്തുവിട്ട മുൻ സൈനിക അഭിഭാഷകന് തടവ് ശിക്ഷ. ഡേവിഡ് മക്ബ്രൈഡ് എന്ന മുൻ സൈനിക അഭിഭാഷകനാണ് 5 വർഷത്തിലേറെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത്. എന്നാൽ സംഭവിച്ച യുദ്ധകുറ്റകൃത്യങ്ങളെക്കുറിച്ച് തുറന്നു പറയേണ്ടത് തന്റെ ധാർമ്മിക ഉത്തരവാദിത്തമെന്ന് മക്ബ്രൈഡ് പ്രതികരിച്ചു. LTTE നിരോധിച്ചത് 5 വർഷത്തേക്ക് കൂടി കേന്ദ്ര സർക്കാർ നീട്ടി. LTTE നിരോധിച്ച നടപടി പുനഃപരിശോധിക്കണമെന്നും തീരുമാനം പിൻവലിക്കണമെന്നുമുള്ള MDMK പാർട്ടി ഉൾപ്പെടെ ആവശ്യം ഉന്നയിക്കുന്നതിനിടെയാണ് നിരോധനം നീട്ടിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയത്. മനുഷ്യാവകാശ പ്രവർത്തകൻ ഗൌതം നവ്ലാഖയ്ക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. ഭീമ കൊരേഗാവ് കേസിൽ വീട്ടുതടങ്കലിൽ കഴിഞ്ഞിരുന്നതിനാൽ 20 ലക്ഷം രൂപ അടയ്ക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി
ദിനേശ് പ്രതാപ് സിംഗിനെ പ്രതിസന്ധി. പ്രാദേശികമായി പാർട്ടിക്കകത്തുള്ള ഭിന്നിപ്പാണ് ദിനേശ് പ്രതാപ് സിംഗിനെ പ്രതിസന്ധിയായിരിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിൽ നിന്ന് 2 MLA-മാരും അവരുടെ അനുയായികളും വിട്ടുനിൽക്കുകയാണിപ്പോൾ. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.